കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുവാനായിട്ട് സാധിക്കുന്നു: ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ പറയുന്നത് ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്: ഈ വചനങ്ങൾ ആളുകളെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള വചനങ്ങളാണ്, അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള വചനങ്ങളാണ്. ഇങ്ങനെയൊന്നും ഈ വചനങ്ങളൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഒരു വ്യക്തി, മനസ്സ് തകർന്ന വ്യക്തി, അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം ദേവദാസൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റും, നീ താഴ്ച പ്രാപിക്കുകയില്ല, ഉയർച്ച പ്രാപിക്കും, ദൈവത്തിന്റെ വചനം നീ അനുസരിച്ച് നടന്നാൽ ഈ അനുഗ്രഹങ്ങളെ ദൈവം നിനക്ക് നൽകി തരുമെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം വർദ്ധിക്കുകയും അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുകയും അവർ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും അവരുടെ ജീവിതത്തിനകത്ത് ദൈവമായുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് അവർ എത്തിപ്പെടുകയും ഈ വിശ്വാസ വചനങ്ങളെ അവർ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ആ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ടൊക്കെ ഇടയായിത്തീരും. ഇവിടെ നാം വായിച്ചു കേട്ടതുപോലെ, നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കി മാറ്റും, നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ പകർന്നു തന്ന കർത്താവ് ഈ വചനങ്ങളെ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നവർക്ക് അനുഗ്രഹമായി അവിടുത്തെ സാന്നിധ്യത്താൽ നിറച്ച് നിങ്ങളെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നവർക്ക് ദൈവം നൽകി തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഈ വചനങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും വിശ്വാസത്താൽ അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ആ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജീവനും ചൈതന്യവും ഉള്ളതായി തീരുകയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.